നിയമന നിരോധനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ഏറ്റെടുത്ത ക്യാമ്പയിൻ തുടരുകയാണ്. കേരള എക്സൈസ് ഡ്രൈവർ PSC റാങ്ക് പട്ടിക അവഗണിച്ച് സർക്കാർ. ലിസ്റ്റ് പുറത്തിറങ്ങി 1 വർഷം പൂർത്തിയാകുമ്പോഴും 13 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് നിയമനം വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം. റിപ്പോർട്ട് PSC എക്സൈസ് ഡ്രൈവർ റാങ്ക് പട്ടികയിൽ ഇടം നേടിയവർ നിരാശരാണ്. പട്ടിക പുറത്തിറങ്ങി 1 വർഷം പൂർത്തീകരിക്കുമ്പോഴും നിയമനം ലഭിച്ചത് 13 പേർക്ക് മാത്രം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന വെല്ലുവിളി. പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിലെ കാലതാമസവും ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. ഒരു നിയമനം പോലും ഇതുവരെ നടക്കാത്തതായിട്ടുള്ള 5 ജില്ലകളുണ്ട്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വെറും 2 വർഷം കൂടെയാണ്. അതിൽ പുറത്ത് ആൾറെഡി 2 പേര് ത്രോൺ ഔട്ടായിട്ട് 2 പേര് നിൽപ്പുണ്ട്. അതിൽ ഒരു റിട്ടയർമെൻറ്റ് വേക്കൻസിയാണ് വരുന്നത്. നിലവിൽ ആ റിട്ടയർഡ് പുറത്തായി നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ജോലിക്കുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഇല്ല. നിലവിൽ കാലാവധി കഴിഞ്ഞാൽ കൂടിയും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും എടുക്കാൻ കഴിയുന്നതല്ല. മയക്കുമരുന്ന് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എക്സൈസിൽ അംഗബലം കൂട്ടണമെന്ന നിർദ്ദേശമുണ്ട്. പുതുതായി 56 ഡ്രൈവർമാരുടെ തസ്തിക സൃഷ്ടിക്കണമെന്നാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ. നിലവിൽ ഡ്രൈവർമാരുടെ എണ്ണത്തേക്കാൾ വാഹനങ്ങൾ എക്സൈസിന്റെ കൈവശമുണ്ട്. ആവശ്യത്തിന് ഡ്രൈവർമാരില്ലാത്ത കാരണം ചില റേഞ്ച് ഓഫീസുകളിൽ പ്രിവെന്റീവ് ഓഫീസർമാരാണ് വാഹനം ഓടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ തസ്തിക സൃഷ്ടിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രതീക്ഷയോടെ പഠിച്ച PSC റാങ്ക് പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളെ സർക്കാർ വഞ്ചിക്കരുത്. ഡ്രൈവിംഗ് ടെസ്റ്റും കഴിഞ്ഞ് നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് സർക്കാർ കരുണ കാണിക്കണമെന്ന അഭ്യർത്ഥന മാത്രം. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കേരള എക്സൈസ് ഡ്രൈവർ PSC റാങ്ക് പട്ടികയിലാണ് ഇപ്പോൾ വലിയ നിയമനങ്ങൾ നടക്കാത്തത്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, 1 വർഷമാകുമ്പോഴും 13 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. വേക്കൻസി ഉണ്ട് എന്നിരിക്കെ നിയമനം നടത്താത്തതിന് സർക്കാർ പറയുന്ന ന്യായം സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ലഹരിയുടെ അടക്കമുള്ള വ്യാപനം കൂടി വരുന്നൊരു സാഹചര്യം. തീർച്ചയായിട്ടും ഈ വകുപ്പിൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കിട്ടണം, അവരുടെ സേവനം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയും വേണം. എന്താണ് ഒരു പ്രതിസന്ധി? എന്താണ് ഈ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനൊക്കെ പറയുന്നത്? അരുൺകുമാർ, ഈ PSC എക്സൈസ് ഡ്രൈവേഴ്സ് റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങി 1 വർഷം പിന്നിടുമ്പോഴും നിയമനം കുറവായതുകൊണ്ട് പലവട്ടം സർക്കാരിനെ സമീപിച്ചു, പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി വെല്ലുവിളിയാണെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് വ്യാപകമായി ഇപ്പോൾ മയക്കുമരുന്ന് പിടികൂടുന്നു. വാഹനങ്ങൾ കൂടുതൽ ആവശ്യമാണ്. ഉള്ള വാഹനങ്ങളിൽ തന്നെ ഡ്രൈവർമാരില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി എക്സൈസ് വകുപ്പ് നേരിടുമ്പോൾ തന്നെയാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ അവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയാക്കി, ഫിസിക്കൽ പരിശോധന പൂർത്തിയാക്കി, എന്നിട്ടും നിയമനം നടത്തുന്നില്ല. ഒപ്പം തന്നെ കൂടുതൽ തസ്തിക സൃഷ്ടിക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ തന്നെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളും പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കാരണം കാലോചിതമായ പരിഷ്കാരം എക്സൈസിൽ ഉണ്ടാകണമെന്നതാണ് നിലവിലെ വിലയിരുത്തലും അഭിപ്രായവും. കാരണം അത്രയേറെ കേസുകൾ വർദ്ധിക്കുന്നു. മയക്കുമരുന്ന് നേരത്തെ ഗ്രാമ കണക്കിനായിരുന്നു MDMA വന്നതെങ്കിൽ അത് കൂടുതൽ ഏതാണ്ട് 1 കിലോ വരെ MDMA പലയിടങ്ങളിൽ നിന്നായി പിടികൂടുന്ന വളരെ ഗൗരവമുള്ള സാഹചര്യം തന്നെ സംസ്ഥാനത്തുണ്ട്. കഞ്ചാവ് വ്യാപനമുണ്ട്. അത്തരത്തിൽ വിദേശത്തടക്കം സിന്തറ്റിക് ഡ്രഗ്സുകൾ വ്യാപകമായി സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം. അത് തടയണമെങ്കിൽ എക്സൈസിൽ അംഗബലം കൂട്ടണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ പറയുന്നു. കൂടുതൽ റേഞ്ചുകൾ സ്ഥാപിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമനം കാത്തു നിൽക്കുന്നവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്. പക്ഷേ 2 വർഷം കൂടി ഇനി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയുണ്ട്. നിലവിലെ സാഹചര്യം അനുസരിച്ച് നിയമനം ലഭിക്കുമോ, അതായത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാതെ നിയമനം ലഭിക്കാൻ സാധ്യതയില്ല എന്ന ഒരു അഭിപ്രായം ലഭിച്ചതുകൊണ്ട് തന്നെ അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയാണ്. മറ്റ് റാങ്ക് ലിസ്റ്റ് ഉള്ള ജേതാക്കളൊക്കെ അവർ സമരത്തിന് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഇവർ സമരത്തിനിറങ്ങാതെ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിയുകയാണ്. അരുൺകുമാർ. ശരിയാണ് റോഷിപാൽ. എന്തായാലും നിർഭാഗ്യകരമായ കാര്യം, ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഈ വിഷയത്തിൽ. റോഷിപാൽ, അരുൺ വിശാഖ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, റോഷിപാൽ സാർ റിപ്പോർട്ട് ചെയ്ത ടെലികമ്മ്യൂണിക്കേഷൻ പോലീസ് ലിസ്റ്റ് നിയമനം നടന്നിട്ടില്ല. റാങ്ക് ലിസ്റ്റ് 55 പ്രവൃത്തി ദിവസം മാത്രമേ ഇനിയുള്ളൂ. എന്തായി, അപ്ഡേറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അരുൺ വിശാഖ്. റോഷിപാൽ, ആ വിഷയത്തിൽ എന്താണ് നമുക്ക് ആ പ്രേക്ഷകരോട് പറയാനുള്ളത്?
അരുൺകുമാർ, ടെലികമ്മ്യൂണിക്കേഷനിലെ അവസ്ഥയും മറ്റൊന്നല്ല. കാരണം നേരത്തെ ഇപ്പോൾ ഏറ്റവും ദുർബലമായൊരു വിഭാഗമായി ടെലികമ്മ്യൂണിക്കേഷൻ മാറുകയും ചെയ്തു. കാരണം ടെലികമ്മ്യൂണിക്കേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഭൂരിഭാഗം ഉദ്യോഗസ്ഥരെയും സൈബർ ഡിവിഷനിലേക്ക് മാറ്റി. കാരണം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേക സൈബർ ഡിവിഷൻ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം വന്നതോടെ കേന്ദ്ര സഹായത്തോടെ തന്നെ സൈബർ ഡിവിഷന്റെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം വന്നു. പക്ഷേ പുതുതായി ആളുകളെ ആ സാങ്കേതിക പരിജ്ഞാനമുള്ള സൈബർ രംഗത്ത് സാങ്കേതിക പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നതിന് പകരം ടെലികമ്മ്യൂണിക്കേഷനിലെ ഉദ്യോഗാർത്ഥികളെ സൈബർ ഡിവിഷനിലേക്ക് മാറ്റി തൽക്കാലത്തേക്ക് പരിഹാരമുണ്ടാക്കി. അതേസമയം ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം കൂടുതൽ ദുർബലമായി. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തു. പക്ഷേ ഇപ്പോഴും PSC റാങ്ക് പട്ടിക അവസാനിക്കാൻ ഏതാണ്ട് 1.5 മാസം നിൽക്കുമ്പോഴും അതിൽ നിന്നും ഒരാളെ പോലും നിയമിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു സർക്കാരിന്റെ. പക്ഷേ അതിൽ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. പരിഗണിക്കാം. കാര്യങ്ങൾ പറയുന്നത് 55 ദിവസം മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വേക്കൻസി ഉണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ പരമാവധി നിയമനം നടത്തുക. കുറേ കാലമായി കാത്തിരിക്കുകയാണ്, അതിൽ നിയമനം നടത്തുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ ഒരു കാര്യമാണ്. നിഖിൽ പറയുന്നു, PSC പരീക്ഷ നടത്തുന്നത് നിർത്തിയാൽ ഈ ചെലവ് കുറയ്ക്കാമല്ലോ, ഈ പ്രതിസന്ധി ഉണ്ടാവുകയുമില്ല, വളരെ എളുപ്പം, സോ സിമ്പിൾ എന്ന് പറയുന്നുണ്ട്. സൈബർ ഡിവിഷൻ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷേ ഇവിടെ അതല്ല നടക്കുന്നത് എന്ന് ഫിലോമാത്ത് പറയുന്നു. CPA പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നിട്ടില്ല എന്ന് പറയുന്നു. നിരവധി ആളുകൾ PSC മെമ്പറാകാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരുമെന്നത് പണ്ടേയുള്ള യാഥാർത്ഥ്യമാണ്. ആണെങ്കിൽ ധർമ്മ, നമുക്ക് വിവരങ്ങൾ കിട്ടുമ്പോഴല്ലേ അത് കൊടുക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് PSC അംഗമായാൽ അയാൾ അത് എങ്ങനെയായിരിക്കും തിരിച്ചു പിടിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആ ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ തസ്തികയിലും നിയമനം നടക്കുന്നില്ല എന്ന പരാതി റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഹയർ സെക്കൻഡറി വകുപ്പിലെ നിയമന നിരോധനത്തിനെതിരെ അധ്യാപക തസ്തികയിൽ PSC റാങ്ക് പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക്. 2022 മുതൽ നിലവിലുള്ള 14 റാങ്ക് പട്ടികകളിൽ നിന്ന് 1 വർഷത്തിലധികമായി നിയമനം നിർത്തിവെച്ചിരിക്കുന്ന വാർത്ത റിപ്പോർട്ടർ TVയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിനെതിരെ നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തുമെന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. തസ്തിക നിർണയം നടത്തിയിട്ടില്ലെന്ന കാരണം പറഞ്ഞാണ് അധ്യാപക നിയമനം വൈകിപ്പിക്കുന്നത്. ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് റഹീം MP നമുക്ക് ഉറപ്പ് നൽകിയിരുന്നതുമാണ്. പക്ഷേ ഇപ്പോഴും ഒരു കടലാസ് പോലും അനങ്ങിയിട്ടില്ല. നമുക്കിപ്പം റോഷിപാൽ തുടരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഏതായാലും PSC ഉദ്യോഗാർത്ഥികൾ, ഹയർ സെക്കൻഡറി ഉദ്യോഗാർത്ഥികൾ നാളെ മുതൽ സമരം നടത്താൻ പോവുകയാണ്. സർക്കാർ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊടുക്കുക. ഒഴിവുണ്ടെങ്കിൽ അവിടെ ഉദ്യോഗാർത്ഥികളെ സ്ഥിര നിയമനം നടത്തുക. അവരെ താൽക്കാലിക നിയമനം നടത്തി എത്ര കാലം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നറിയാം, പക്ഷേ അതുമൂലം ഈ ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴരുത്.